സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ചലച്ചിത്ര ഗാനങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രേമഗാനം ഏതെന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ. 1965 റിലീസായ റോസി എന്ന PN മേനോൻ്റെ ആദ്യ സംവിധാന സംരംഭമായ സിനിമയിലെ അല്ലിയാമ്പൽ കടവിലിന്നരയ്ക്കു വെള്ളം, അന്നു നമ്മൾ തുഴഞ്ഞില്ലേ കൊതുമ്പ് വെള്ളം, നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, ഇങ്ങനെ തുടങ്ങുന്ന പാട്ടാണ്. കാരണം പി ഭാസ്കരൻ മാസ്റ്ററാണ് ഇതിൻ്റെ രചന. ശ്രീ ഭാസ്കരൻ മാസ്റ്ററെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ ലളിതമാണ് അദ്ദേഹത്തിൻ്റെ ബിംബകൽപ്പനയും പദപ്രയോഗവും ഒക്കെ. കാരണം ഭാഷയിലെ MA-യോ PhD ഒന്നും എടുക്കണ്ട അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ മനസ്സിലാക്കാൻ. അതൊന്നാമത്തേത്. മറ്റൊന്ന്, ലാളിത്യം ഗാനത്തിലുടനീളം അദ്ദേഹം നിലനിർത്തുന്നുണ്ടെങ്കിലും കലാപരതയ്ക്ക്, അതിൻ്റെ കലാമേന്മയ്ക്കൊരു കോട്ടവും ആ വരികളിലോ ബിംബകൽപ്പനയിലോ ഉണ്ടാകാറില്ല. അതാണ് മാസ്റ്ററുടെ ഒരു കഴിവ്. അല്ലാതെ നമ്മൾ ചില ചലച്ചിത്രഗാനങ്ങൾ കേൾക്കുമ്പോൾ ഏതെങ്കിലും ലൈബ്രറിയുടെ ഉള്ളിൽ പല വിഷയങ്ങളിലുള്ള 10-100 തടിച്ച പുസ്തകം തുറന്ന് വച്ച് റെഫറൻസിനായി ഇരിക്കേണ്ടി വരും. ഗാനം പല ആവർത്തി കേട്ട് ഇതിലെ റെഫറൻസ് നടത്തി പലതും മനസ്സിലാക്കേണ്ടി വരും. എങ്കിൽ പോലും ചില കൽപ്പനകളും വാക്കുകളും നമുക്ക് മനസ്സിലായില്ലെന്ന് വരും. അവിടെയാണ് ശ്രീ ഭാസ്കരൻ മാസ്റ്ററുടെ പ്രസക്തി. എൻ്റെ ഇഷ്ട ചലച്ചിത്രഗാന രചയിതാവാണ് ശ്രീ ഭാസ്കരൻ മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ ആ ലാളിത്യം തുളുമ്പുന്ന, കലാമേന്മയ്ക്ക് ഒരു കോട്ടവും വരുത്താതെ തന്നെ ലളിതമായ കൽപ്പനകളും പദപ്രയോഗവും ഒക്കെ കൊണ്ടുള്ള മനോഹര ഗാനങ്ങൾ എക്കാലവും എന്നെപ്പോലെ നിങ്ങളിൽ പലർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോൾ പറഞ്ഞു വന്നത്, റോസി എന്ന ചിത്രത്തിലെ അല്ലിയാമ്പൽ എന്ന പാട്ടാണ് എക്കാലത്തെയും മികച്ച പ്രേമഗാനം എന്ന് ഞാൻ പറയും. ശ്രീ ജോബ് മാസ്റ്ററാണ് ഇതിൻ്റെ സംഗീത സംവിധായകൻ. പിന്നീട് ഒരുപാട് ചിത്രങ്ങളിലൊന്നും ശ്രീ ജോബിൻ്റെ പേര് പറഞ്ഞ് കേട്ടിട്ടില്ല. എങ്കിൽ പോലും സംഗീതപരമായും ആ ഓർക്കസ്ട്രേഷനും ഗാനം ചിട്ടപ്പെടുത്തിയ രീതിയുമൊക്കെ, ശ്രീ യേശുദാസിൻ്റെ ആലാപനവും എക്കാലത്തെയും ഒരു മാതൃകയാണ് ഈ പാട്ട്. സംഗീതപരമായും രചനാപരമായും ഒക്കെ ശ്രീ PN മേനോൻ എന്ന സിനിമയെക്കുറിച്ച് A-to-Z അറിയുന്ന സംവിധായകൻ്റെ ആദ്യ സംവിധാന സംരംഭവുമാണ് റോസി. 1965 റിലീസാകുന്നത്. ഇന്നും ആ പാട്ട് എന്നിൽ ആവേശമുണർത്തുന്നു. നിങ്ങളിൽ വലിയൊരു വിഭാഗം എൻ്റെ ഈ ചിന്തയോട് യോജിക്കും എന്ന് തോന്നുന്നു. ചില ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് കുറേ തടിച്ച പുസ്തകങ്ങളും അല്ലെങ്കിൽ ഭാഷയിൽ ഡോക്ടറേറ്റ് എടുത്ത ആളുമായി ഫോണിൽ ബന്ധപ്പെട്ട് സംശയ നിവാരണമൊക്കെ നടത്തേണ്ടി വരും. എങ്കിൽ പോലും ചില കൽപ്പനകളും വാക്കുകളും ബാക്കിയാവുന്നു. അത് PhD-കാരന് പോലും അത് ഉത്തരം കിട്ടാക്കനിയാവുന്നു. അപ്പോൾ ഈ ഒരു ചിന്ത ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കണമെന്ന് തോന്നി. ഗാനത്തിൻ്റെ ചിത്രീകരണവും TV-യിൽ കണ്ടിട്ടുണ്ട്. മനോഹരമാണ്. പ്രതികരിക്കുക സുഹൃത്തുക്കളെ. കാരണം ഈ ഒരു ചിന്ത എൻ്റെ പ്രേക്ഷകരുമായി അത് പങ്കുവച്ചേ മതിയാവൂ എന്ന് എനിക്ക് തോന്നി. അതാണ് ഇവിടെ പറയുന്നത്. നമസ്കാരം.